തിരുവനന്തപുരത്ത് ലുലു മോളിൽ പ്രശാന്ത് കൃഷ്ണയും വിഴിഞ്ഞത്ത് ബസ് സ്റ്റാൻഡിനടുത്ത് നിന്ന് ജിബിൻ ജെബിയുമുണ്ട്. ആദ്യം പ്രശാന്തിലേക്ക് പോകാം. പ്രശാന്ത്, ലുലു മോളിനകത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ആര്യ, ലുലു മോളിന് പുറത്ത് പാർക്കിങ്ങിൻ്റെ ഭാഗത്താണ് ഈ മോക്ക് ഡ്രിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് ഇവിടെ ആസൂത്രണം ചെയ്യുന്നത് ഒരു പ്രതീകാത്മകമായി ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുകയും ആ സമയത്ത് വളരെ വേഗത്തിൽ തന്നെ ഫയർഫോഴ്സ് സംഘം എത്തുകയും അതിനുശേഷം ഇവിടെ പരിക്കേറ്റവരെ ഇവിടുന്ന് എത്രയും വേഗത്തിൽ മാറ്റുകയും ചെയ്യുക. ഈ രീതിയിൽ ഉള്ളൊരു സിവിൽ ഡിഫൻസ് സംവിധാനം ഏത് രീതിയിൽ പ്രവർത്തിക്കും തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിലൊരു ഒരുക്കങ്ങളുടെ ഭാഗമായാണ് ഇവിടെ ലുലു മാളിൽ ഈ മോക്ക് ഡ്രിൽ നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യം 4 മണിക്ക് ശേഷം അലാം മുഴങ്ങും. അതിനുശേഷം ഈ പ്രോട്ടോകോൾ പ്രകാരം 4:30 മുൻപ് ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ രീതിയിൽ തന്നെ ഏറ്റവും പ്രധാനമായും ശത്രുവിൻ്റെ ഒരു ആക്രമണം ഈ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടായാലും അവിടെ പൗരന്മാരെല്ലാവരും ഒരു പട്ടാളക്കാരെ പോലെ ഡിഫൻസ് പേഴ്സണിനെ പോലെ തന്നെ സംവിധാനങ്ങൾ ഒരുക്കുക അല്ലെങ്കിൽ സ്വയം സജ്ജരാകുക എന്നതിൻ്റെ മുന്നൊരുക്കം തന്നെയാണ്. അതായത് പാകിസ്ഥാനെതിരെ വലിയ തോതിലുള്ള തീവ്രവാദികൾക്കെതിരായ ആക്രമണം ഇന്ത്യ നടത്തിയിരിക്കുന്നു. ഇതിൽ പ്രകോപിതരായി പാകിസ്ഥാൻ രാജ്യത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് ആക്രമണത്തിന് മുതിർന്നാൽ നമ്മുടെ പൗരന്മാരെ ഏത് രീതിയിൽ അതിനെ നേരിടാൻ സജ്ജരാക്കണം. അതുകൊണ്ടാണ് 2 രീതിയിലുള്ള ഒരുക്കങ്ങൾ മോക്ക് ഡ്രിൽ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. ഒന്ന് കമ്മ്യൂണിറ്റി തല ഇടപെടലുകൾ, മറ്റൊന്ന് ഗാർഹിക തല ഇടപെടലുകൾ. ഇതിൽ കമ്മ്യൂണിറ്റി തല ഇടപെടലിന് പുറമെ ഗാർഹിക തല ഇടപെടൽ തന്നെയാണ് ഓരോ വ്യക്തിയും ഒരു പട്ടാളക്കാരനെ പോലെ തന്നെ സജ്ജരാകുക, രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ. അതിനുവേണ്ടിയാണ് ഈ മോക്ക് ഡ്രിൽ നടത്തുന്നത്. അതിലേറ്റവും പ്രധാനം ബ്ലാക്ക് ഔട്ട് തന്നെയാണ്. അതായത് ലൈറ്റുകളെല്ലാം ഈ സമയം ഇന്നിപ്പോൾ ഓരോ കുടുംബവും മോക്ക് ഡ്രിൽ നടത്താനുള്ള തയ്യാറെടുപ്പാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളിലൂടെ നൽകിയിരിക്കുന്നത്. അതായത് ഒരു ബോംബാക്രമണം പോലുള്ളൊരു സംഭവം ഉണ്ടായാൽ ആ സമയത്ത് ലൈറ്റുകൾ ഓഫ് ചെയ്യുകയും വീടിനുള്ളിൽ ലൈറ്റുകൾ പൂർണ്ണമായും പുറത്തു വരാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അത് ഏതൊക്കെ രീതിയിലായിരിക്കണം എന്ന കൃത്യമായ മാർഗനിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, ബോംബ് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള രീതിയിലുള്ള ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ലുലു മോളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വിഴിഞ്ഞത്തേക്ക് പോകാം. ജിബിൻ ജെബി നമുക്ക് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഴിഞ്ഞത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് ജിബിൻ? ആര്യ, വിഴിഞ്ഞത്തെ ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് വിഴിഞ്ഞത്ത് ഈ കാണുന്ന ഫയർ സ്റ്റേഷനിലാണ്, വിഴിഞ്ഞത്തിൻ്റെ ഫിഷറീസിൻ്റെ സ്റ്റേഷനിലാണ് ഈ സൈറൻ ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്തെ KSRTC ബസ് സ്റ്റാൻഡിലാണ്. KSRTC ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ എത്തുന്ന ജനങ്ങൾക്ക് ആദ്യം ഒരു ബോധവൽക്കരണം നടത്തുന്നത്. കാരണം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞത്തിന് അന്താരാഷ്ട്ര തുറമുഖം സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണം വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞത്ത് ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മോക്ക് ഡ്രില്ലാണ് വിഴിഞ്ഞത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ മോക്ക് ഡ്രില്ല് നടത്താൻ പോകുന്നത്. വിഴിഞ്ഞത്തിൻ്റെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പല ഭാഗങ്ങളിലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു രീതിയാണ്, ആ ഒരു തരത്തിലുള്ള മോക്ക് ഡ്രില്ലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു ടെററിസ്റ്റ് അറ്റാക്കും അതിനുശേഷം അവിടെ നിന്നുള്ള റെസ്ക്യൂ ഓപ്പറേഷനുമാണ് ഈ വിഴിഞ്ഞം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇവിടെ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ബാറ്ററി, സോളാർ ടോർച്ചുകൾ, സ്റ്റിക്കുകൾ, റേഡിയോ എന്നിവ കരുതുക. 4 മണിക്ക് സൈറൻ മുഴങ്ങുമ്പോൾ എല്ലായിടങ്ങളിലെയും വീടുകൾ, ഓഫീസുകൾ, മറ്റു സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്യേണ്ടതുമാണ്. എല്ലാ വീടുകളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക. ഇതിൽ മരുന്നുകൾ, ടോർച്ച്, വെള്ളം, ഡ്രൈ ഫുഡ് എന്നിവ കരുതുക. പശ്ചാത്തലത്തിൽ എല്ലായിടത്തും നമ്മുടെ പൗരന്മാരെ നമ്മളെ ആകെ സുരക്ഷാ കാര്യങ്ങളിൽ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആസൂത്രണം ചെയ്താണ് പലയിടത്തും യുദ്ധ സാഹചര്യം പരിചിതമല്ല, കുട്ടികൾക്ക് പരിചിതമല്ല, അത് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നത്. രാജ്യവ്യാപകമായി പല കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ വിവിധ ഇടങ്ങളിലെ ദൃശ്യങ്ങൾ വരുന്നു. രാഹുൽ KV കോഴിക്കോട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പൂജ, അങ്ങനെ ഓരോ ഇടത്തും തയ്യാറെടുപ്പുകൾ നടക്കാണ്. അല്പസമയം മാത്രമാണുള്ളത്. കോഴിക്കോട് നിന്നും രാഹുൽ KV ഉണ്ട്. രാഹുൽ ഇപ്പോൾ എവിടെയാണുള്ളത്? എങ്ങനെയാണ് അവിടുത്തെ തയ്യാറെടുപ്പുകൾ? സമീപം
മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. രാഹുൽ, കേൾക്കാൻ കഴിയുന്നില്ല അതൊന്നും. മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങും, നിർദ്ദേശങ്ങൾ പാലിക്കണം. യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ഒരു സിവിൽ ഡിഫൻസ് എന്ന നിലയിൽ പൗരന്മാർ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതിന്റെ ഭാഗമായാണ് ഈ മോക്ക് ഡ്രിൽ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നത്. വിവിധയിടങ്ങളിലെ ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന മറൈൻ ഡ്രൈവിൽ നിന്നുള്ള ദൃശ്യം, ഒപ്പം ലുലു മാളിൽ നിന്നുള്ള, തിരുവനന്തപുരത്ത് ലുലു മാളിൽ നിന്നുള്ള ദൃശ്യവുമാണ് ഇപ്പോൾ കാണുന്നത്. തിരുവനന്തപുരം, കൊച്ചിയാണ് രാജ്യത്തെ വിവിധയിടങ്ങളിലെ പ്രധാനപ്പെട്ട മോക്ക് ഡ്രിൽ അതുമായി ബന്ധപ്പെട്ട ആദ്യ പട്ടികയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഓരോ ഇടങ്ങളിലും മോക്ക് ഡ്രില്ലിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നടക്കുകയാണ്. 4 മണിക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. വൈകുന്നേരം 4 മണിയോട് അല്പസമയം മാത്രമേ ഉള്ളൂ. അതെ, അത്രയേ ഉള്ളൂ. മോക്ക് ഡ്രിൽ ആരംഭിക്കുകയായിരിക്കും. 30 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു സൈറൺ കേൾക്കുന്നതായിരിക്കും. ആ അലേർട്ട് സൈറൺ 3 വട്ടം നീട്ടി ശബ്ദിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അതിനുശേഷമായിരിക്കും 4:02-നും 4:29-നും ഇടയിലാണ് ഈ മോക്ക് ഡ്രിൽ നടക്കുക. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1971 ഇതിനു മുൻപ് രാജ്യത്തൊരു മോക്ക് ഡ്രിൽ നടന്നത്. വലിയ യുദ്ധ സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുമോ എന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല. അതേസമയം തന്നെ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളിൽ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. അത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട തിരിച്ചടിയാണ്. 25 ഇന്ത്യൻ പൗരന്മാരും ഒരു നേപ്പാളി പൗരൻ ഉൾപ്പെടെ 26 സന്ദർശകരുടെ ജീവൻ നഷ്ടമായ, നിരപരാധികളുടെ ജീവൻ നഷ്ടമായ ഭീകരാക്രമണത്തിന് നമ്മൾ പാകിസ്ഥാനിൽ ഇന്ന് പുലർച്ചെ 1:05 മുതൽ 1:25 വരെ നീണ്ട ആ ഓപ്പറേഷനിലൂടെ വിവിധയിടങ്ങളിൽ 9 സ്ഥലങ്ങളിൽ ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് അവരുടെ ജീവൻ എടുത്തുകൊണ്ടുള്ള തിരിച്ചടി നൽകി. അതിന്റെ തുടർച്ചയായി തന്നെ ഇപ്പോൾ സിവിൽ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കൂടി വിവിധയിടങ്ങളിൽ നിന്ന് വരികയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും ഉൾപ്പെടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സിവിൽ മോക്ക് ഡ്രിൽ തുടങ്ങാൻ പോകുന്നു. ഇപ്പോൾ സമയം 3:57. 4 മണിക്ക് മോക്ക് ഡ്രിൽ തുടങ്ങുന്നു. ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വയം സ്വീകരിക്കണം എന്നുൾപ്പെടെയുള്ളതാണ് ഈ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ബോധവൽക്കരിക്കുന്നത്. ഓരോ ഇടങ്ങളിൽ നിന്നും ഇങ്ങനെ ജനങ്ങൾക്ക് ഓരോ അനൗൺസ്മെന്റുകളൊക്കെ നൽകുകയാണ്. നമുക്ക് ലുലു മോളിലേക്ക് ഒന്ന് പോകാം. തിരുവനന്തപുരം ലുലു മോളിൽ ബോക്സിൽ ഏറ്റവും അവസാനം കാണുന്നത് നമ്മൾ തിരുവനന്തപുരം ലുലു മോളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പ്രശാന്ത് കൃഷ്ണയാണ് അവിടെ ഉള്ളത്. പ്രശാന്ത്, കുറച്ച് മുൻപ് വരെ പ്രശാന്ത് പറയുന്നുണ്ടായിരുന്നു ദാ ഇനി മിനിറ്റുകൾ മാത്രമാണുള്ളത്. എങ്ങനെയാണ് അവസാനവട്ട തയ്യാറെടുപ്പുകൾ? പൂജ, ഇത് പ്രോട്ടോകോൾ ആയതുകൊണ്ട് തന്നെ കൃത്യം 4 മണിക്ക് ശേഷം തന്നെ അലാറം മുഴങ്ങും. അതിനുശേഷമുള്ള സമയം, അതായത് 4 മുതൽ 4:30 വരെയുള്ള സമയത്തിനിടയ്ക്ക് ഇവിടെ നമ്മുടെ സിവിൽ ഡിഫൻസ് എത്രത്തോളം ശക്തമാണെന്ന് പരീക്ഷിക്കാനുള്ള മോക്ക് ഡ്രില്ല് നടക്കും. ലുലുമാളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു പ്രതീകാത്മകമായ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു. ബോംബ് സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഈ വിവരം സിവിൽ ഡിഫൻസിനെ അറിയിക്കുന്നു. അവർ എത്രയും വേഗത്തിൽ ഫയർഫോഴ്സ് ടീം ഇവിടെ എത്തുകയും ഇവിടെ രക്ഷപ്പെടുത്തി പോവുകയും ചിലരെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു മോക്ക് ഡ്രില്ലാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് രാജ്യം ശത്രുവിൻ്റെ ആക്രമണം രാജ്യത്തെ ഏതു ഭാഗത്തുണ്ടായാലും പൗരന്മാരെ എല്ലാവരെയും ഒരു പ്രതിരോധ സേന പോലെ സജ്ജരാക്കുക, മാനസികമായും അതുപോലെ തന്നെ അവരെ അത്തരത്തിൽ ഇതിനെ ഏത് രീതിയിലും ഇതിനെ നേരിടുന്നതിനും ഒപ്പം രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി സജ്ജരാക്കുക എന്നത് തന്നെയാണ് ഇന്നത്തെ മോക്ക് ഡ്രിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരേ സ്പിരിറ്റിൽ തന്നെയാണ് ഈ മോക്ക് ഡ്രില്ലിനെ കാണുന്നത്. ഇന്നിപ്പോൾ ലുലുമാളിൽ പുറത്ത് പാർക്കിംഗ് ഏരിയയിലാണ് ഈ മോക്ക് ഡ്രിൽ സജ്ജീകരിച്ചിരുന്നത്. പക്ഷേ 4 മണിക്ക് തന്നെ മോളിനുള്ളിലും അലാം മുഴങ്ങും. അവിടെയും ലൈറ്റുകൾ ഓഫ് ചെയ്തുകൊണ്ട് ഒരു ബ്ലാക്ക് ഔട്ട് എങ്ങനെയാണ് നമ്മൾ ഓരോ പൗരന്മാരും നേരിടേണ്ടത് എന്നത് പരിശീലിപ്പിക്കുകയാണ്.